അങ്ങനെ ഒരു ഹൈക്കോടതിയിൽ ജാമ്യവുമായി സമീപിക്കാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പോലീസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം. അതിന് ഒടുവിലായി വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഉടനെ തന്നെ വയനാട്ടിൽ നിന്നും സംഘം പുറപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ പോലീസ് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള CIക്കാണ് അന്വേഷണ ചുമതല. അങ്ങനെ അന്വേഷണ സംഘത്തെ ഒക്കെ വിപുലീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് കുരുക്ക് മുറുകുക തന്നെയാണ്. പോലീസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഹണി റോസ് മുഖ്യമന്ത്രിക്കടക്കം നേരിട്ടെത്തി പരാതി നൽകി, കമ്മീഷണർക്ക് നേരിട്ടെത്തി പരാതി നൽകി. ഈ പരാതി നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളെല്ലാം തേടിയതിനു ശേഷമാണ് ഹണി റോസ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഹണി റോസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോവുക, അതും ഒരു പ്രമുഖരായിട്ടുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു നടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ അതിലേക്ക് തന്നെ പോവുക, യാതൊരു വിധത്തിലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഹണി റോസ് ഇത്രയും ദിവസം ഈ പരാതിയുടെ പുറകെ നടന്നത്. വിശദമായിട്ടുള്ള മൊഴികൾ നൽകി, ഈ യൂട്യൂബിൽ വരുന്ന മാധ്യമങ്ങളടക്കം വാർത്തയാക്കി. പിന്നീട് യൂട്യൂബിൽ വരുന്ന കമന്റുകളിലൊക്കെ, മോശം കമന്റുകളൊക്കെ സ്ക്രീൻഷോട്ട് അടക്കം പോലീസിന് കൈമാറിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക്, ഒരു മൊഴിയിലും പരാതികളിലേക്കും ഒക്കെ ഹണി റോസ് കടന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതി താൻ നൽകിയെന്ന വിവരം ഹണി റോസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നു. പിന്നീട് സെൻട്രൽ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം BNSലെ സ്ത്രീകളെ അപമാനിക്കുന്നതിനുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും IT വകുപ്പും ചുമത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുക്കുന്നു. ഇന്ന് രാവിലെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഒരു പഴുതും കൊടുക്കാതെ ഒളിവിൽ പോകുവാനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനോ അപേക്ഷിക്കാനോ ഒന്നും തന്നെ ഒരു പഴുതും കൊടുക്കാതെ ആസൂത്രിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ തന്നെയാണ് സെൻട്രൽ പോലീസ് വയനാടെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഒരു പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രമുഖനായതുകൊണ്ടോ നിയമത്തിന് അതീതനല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഈ ഒരു നീക്കം ഹണി റോസിന്റെ പരാതിയിൽ അതിൽ എത്രയും വേഗം നടപടിയെടുത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ അതിക്രമം നടത്തുന്നതിനൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരായിട്ടുള്ള പരാതികളിലൊക്കെ പലപ്പോഴും പല സമ്മർദ്ദത്തിനും അടിമപ്പെട്ട് പോലീസ് അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കലോ ഒന്നും നൽകാതെ ഇവർക്കൊരു ജാമ്യം കിട്ടുന്ന രീതിയിലേക്കൊക്കെ പലപ്പോഴും പോലീസ് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, ഒരു നീക്കത്തിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ വയനാട് നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് ACP ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് വിശദമായ ചോദ്യം ചെയ്യൽ, അതിനുശേഷം അറസ്റ്റിലേക്കും കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ നേരത്തെ